ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മുടെ മൊബൈലിൽ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യും, എന്നാൽ മൊബൈൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല. നമ്മുടെ മൊബൈലിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാലും പഴയ അപ്ഡേറ്റിലായിരിക്കും മൊബൈൽ സപ്പോർട്ടാകുന്നത്. ഇത് കാരണം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ചിലത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ മൊബൈൽ ഹീറ്റ് ആകാനും ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ മൊബൈൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഡീറ്റെയിലായി നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് പേജിൽ സിസ്റ്റം അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓരോ മൊബൈലിലും ഈ ഓപ്ഷൻസിൻ്റെ നെയിം ഡിഫറെൻ്റ് ആയിരിക്കും, അത് ശ്രദ്ധിക്കുക. സിസ്റ്റം അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. സിസ്റ്റം അപ്ഡേറ്റ് സ്റ്റേറ്റസ് ഓപ്ഷന് താഴെയായി നമ്മൾ ലാസ്റ്റായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് ആൻഡ് ടൈം അറിയാൻ സാധിക്കുന്നതാണ്. ചെക്ക് ഫോർ അപ്ഡേറ്റ് സ്റ്റേറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ വെർഷൻ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പെൻഡിങ്ങിലാണെങ്കിൽ നമുക്ക് മൊബൈൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ മൊബൈൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.